ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുരുവട്ടൂരികളായ ആളുകൾ അവര് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ ഇസ്ലാമിന്റെ ബാലപാഠ പോലും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. സൂഫിയാക്കൾ അവരാണ് എന്നും അവർ സൂഫിസമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആലിമീങ്ങളെ പച്ചയിറച്ചി തിന്നുകയും ആലിമീങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത് അവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇമാമീങ്ങളെ കിതാബ് പോലും കൃത്യമായിട്ട് പറയാൻ മനസ്സിലാക്കാൻ അവരുടെ ഗീർവാണ പ്രസംഗം നടത്തുന്ന നേതാവായ നൗഷാദിന് പോലും കിതാബിൽ ബാലപാഠം പോലും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അദ്ദേഹം നൗഷാദ് ഒരു വീഡിയോയിൽ പറയുന്നത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു മഹാനവറുകള് റഖ്സ് ഡാൻസ് നടത്തിയിട്ടുണ്ട്, നൃത്തം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും നൗഷാദിന്റെ ഒരു വീഡിയോ നമ്മൾ കാണുക. കണ്ടിട്ട് അദ്ദേഹം പറയുന്ന ന്യായം എന്താണ്? ഈ നൗഷാദിന്റെ സ്ഥാപനമായ ഈ കുരുവട്ടൂരികളുടെ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് കുറഞ്ഞ ആളുകൾ കൂടിയിട്ട് കൈമുട്ടുകയും ചാടി കളിക്കുകയും ഹാർമോണിയം പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തപ്പോ ആലിമീങ്ങൾ അത് ചോദ്യം ചെയ്തു. അത് പാടില്ലാത്ത സംഗതിയാണ്, നല്ലതല്ല എന്ന് പറഞ്ഞു. കൈകൊട്ടാൻ പാടില്ല, കൈകൊട്ടലിനെ പറ്റി നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് രൂപത്തിൽ മനസ്സിലാക്കണം: കൈകൊട്ടല്, റഖ്സ്, അതുപോലെ തന്നെ ഹാർമോണിയം പോലെ ഉപകരണങ്ങൾ ഉപയോഗിക്കാം. മൂന്നായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ട് എല്ലാം അനുവദിക്കുന്ന രൂപത്തിലേക്കാണ് നൗഷാദിന്റെ ഈ പ്രസംഗത്തിന്റെ ആകത്തുക. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കാര്യം പറയാം, നൗഷാദിന്റെ ആ ഒരു വീഡിയോയിലെ ബഹുമാനപ്പെട്ട നമ്മുടെ തസവുഫിന്റെ സൂഫിയാക്കന്മാർ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ അവിടെ റഖ്സ്, നൃത്തത്തെ പറ്റി പറയുന്നുണ്ട്. ഇത് അനുവദനീയമാണ് എന്ന് നൗഷാദ് പ്രസംഗിക്കുകയാണ്. നൗഷാദിനോട് എനിക്ക് പറയാനുള്ളത് റഖ്സ് രണ്ടെണ്ണം ഉണ്ട്. രണ്ട് തരത്തിലുള്ള റഖ്സ് ഉണ്ട്. അനുവദിക്കപ്പെട്ട രൂപത്തിലുള്ള റഖ്സ് ഉണ്ട്, അനുവദിക്കപ്പെടാത്ത രൂപത്തിലുള്ള റഖ്സ് ഉണ്ട്. റഖ്സ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ആട്ടമോ ചാട്ടമോ അല്ലെങ്കിൽ നൃത്തോ എന്ന് പറയാം, വേണമെങ്കിൽ അങ്ങനെ പറയാം. ഈ റഖ്സ് അനുവദിക്കപ്പെട്ടതെന്ന് പറയാം തസന്നിയും തകസ്സുറും ഇല്ലാത്ത ചാട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ നൃത്തങ്ങളുണ്ട്. ഇത് അനുവദിക്കപ്പെട്ടതാണ്. അത് ഇമാമിങ്ങൾ പറയുന്നത് എന്താണ്? മുജറദ് ഇസ്തിഖാമത്തിൻ ഔ ഇവിജാജ്, അത് വെറും ഒരു ഇളക്ക മാത്രമുള്ളൂ. നമ്മളൊക്കെ ദിക്റിന്റെ മജ്ലിസിലേക്ക് ഇരിക്കുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നുകൊണ്ട് ഇങ്ങനെ ആടാറുണ്ട്, 4 ഭാഗത്തേക്ക് ആടാറുണ്ട്. ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ ചില സൂഫിയാക്കളായ ആളുകൾ അവർ ഇങ്ങനെ ദിക്റിലായി ലയിച്ചു ചേർന്നുകൊണ്ട് അവരിങ്ങനെ ലയിച്ചുകൊണ്ട് അവർ ഇഖ്തിയാറിന്റെ പരിധി വിട്ട് പോകാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാം. ഏതായാലും നൗഷാദിന്റെ ഒരു വീഡിയോ, ആ വീഡിയോയിൽ നമ്മൾ കാണണം. ആ വീഡിയോയിൽ നൗഷാദ് പറയുന്നത് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമിന്റെ അൽ ഹാവിലിൽ ഫതാവയിൽ പറയുന്നുണ്ട്. ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു മഹാനവറുകള് ഇങ്ങനെ സൂഫിയാക്കന്മാർ അവരെ മജ്ലിസിൽ ഇങ്ങനെ ആടാൻ പറ്റുമെന്നും ചാടാൻ പറ്റുമെന്നും അത് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് ഹറാമാണ്, അത് ഏപ്പിക്കാരി എന്നാണ് അദ്ദേഹം അർത്ഥം വെക്കുന്നത്. അതിരിക്കട്ടെ, നമ്മൾ പിന്നീട് പറയാം. അദ്ദേഹത്തിന്റെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ട്, പിന്നീട് പറയാം. ഏതായാലും അത് അനുവദനീയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വീഡിയോ നമ്മൾ ജസ്റ്റ് നമ്മൾ കാണുക, എന്നിട്ട് ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മൾ കിതാബ് വെച്ചുകൊണ്ട് പറയാം. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി മഹാനവറുകളോട് ചോദിക്കുന്നു, വാദ്യോപകരണങ്ങളുടെ വിധി എന്താണ്? അൽ ഹാവിലിൽ ഫതാവയിൽ ഉണ്ട് ഈ മസ്അല. ചോദ്യത്തിന്റെ മറുപടിയിൽ ഫൽ ജവാബു അന്നൽ മഷ്ഹൂറ ഫിൽ മദാഹിബിൽ അർബഅ തഹ്രീമു ആലാത്തിൽ ലഹ്വി. വാദ്യോപകരണങ്ങൾ, പാട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം ഉപകരണങ്ങൾ ഹറാമാണെന്നാണ് അറിയപ്പെട്ട അഭിപ്രായം. എന്നാൽ അത് അനുവദനീയമാണെന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ വൽ മുഖ്താറു ഫി ഹാദിഹിൽ മസ്അല, ഈ മസ്അലയിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം മാദഹബ ഇലൈഹി മുഹഖിഖൂൻ, വലിയ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. മിൻഹും ശൈഖ് ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം, ഇസ്സുദ്ദീൻ തങ്ങൾ വരെ ഫത്വ കൊടുത്തു. ഇബാഹത്തു ദാലിക ലിസൂഫിയത്തി ഖാസ്സ, സൂഫിയാക്കൾ നേതൃത്വം നൽകുന്ന മജ്ലിസിൽ
അള്ളയാനെയും റസൂലിനെയും മശായിഖിനെയും പറഞ്ഞ് അതിനെ വർണ്ണിക്കുന്ന സദസ്സിൽ അത് അനുവദനീയമാണ്. വതഹരീമുഹു അലാ ഗൈരിഹിം, ഏപിക്കാർക്ക് അത് ഹറാമുമാണ്. സൂഫി മജ്ലിസുകളിൽ അത് അനുവദനീയവുമാണ്. അപ്പോ ഇദ്ദേഹം പറയുന്നത് ഇമാം ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അനുവദിക്കുന്നതായിട്ടാണ് ഇബാറത്ത് പറയുന്നത്. ഇദ്ദേഹം ഫിഖ്ഹിന്റെയും കിതാബുകൾ ഒന്നും കണ്ടിട്ടില്ല. നമ്മളൊക്കെ അവലംബിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് എന്ന് പറയുന്നത് ഷാഫി മദ്ഹബിലെ തുഫ, നിഹായ, മുഗ്നിയുള്ള പോലെയുള്ള ഗ്രന്ഥങ്ങളല്ലേ. ആ ഗ്രന്ഥങ്ങളും പോലും ഇയാൾ പൂർണ്ണമായി പരിശോധിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇമാമിങ്ങളെ ഇങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? ആ നിങ്ങൾ നേതാവിനോട് ചോദിച്ച് പഠിച്ചുകൂടായിരുന്നോ? ഉസ്താദുമാരെ നിന്ദിച്ചതിന്റെ കുരുത്തക്കേടാണ്. ഉസ്താദുമാരെ ഇകഴ്ത്തുകയും പരിഹസിച്ചതിന്റെ കുരുത്തക്കേട് തന്നെയാണ് നൗഷാദ് പറ്റിയത്. ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അങ്ങനെ ചാടിയിട്ടുണ്ടോ? നൃത്തത്തിന്റെ മജ്ലിസ് ചാടിയിട്ടുണ്ടോ? അതിനെപ്പറ്റി ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനവർ അനുവദിച്ചിട്ടുണ്ടോ? അത് കൃത്യമായി തന്നെ ഇമാമിങ്ങൾ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. പരിശോധിക്കാഞ്ഞിട്ടാണോ? അതെല്ലാം കണ്ടിട്ട് മുണ്ടാതിരുന്നതാണോ? അതറിയില്ല. നൗഷാദിന് മനസ്സിലാക്കണം. ഇനി ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അവരെ പറ്റി തന്നെ ഇത് ബഹുമാനപ്പെട്ട അങ്ങനെ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അങ്ങനെ ആടിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഖാതിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കഫ്റിയാൽ എന്ന കിതാബ് പറയുന്നുണ്ട്, മ്യൂസിക്, ആട്ടം, ചാട്ടം, ദഫ് ഇതൊക്കെ അനുവദനീയമാവോ ഇല്ലേ എന്ന വിഷയത്തെ പറ്റി മഹാനവർ എഴുതിയ ഗ്രന്ഥമാണ്, ബൃഹത്തായ ഗ്രന്ഥമാണ്. അത് ആദ്യം മുതൽ അവസാനം വരെ നൗഷാദ് ഓതിയിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഓതിയിട്ടില്ല. ഇനി നോക്കി നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റൂല്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറ്റി പറയുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ ചാട്ടം, തസന്നി ഇല്ലാതെ, തക്കസുർ ഇല്ലാതെ നമ്മുടെ മുറുവത്ത് മാനി നഷ്ടപ്പെടുന്ന രൂപത്തിൽ അല്ലാതെ ചാടാൻ പറ്റും എന്നുള്ളതാണ്. തസന്നി ഇല്ല, തക്കസുർ ഇല്ല, ഓവറായി ചാട്ടം ഇല്ല, ഓവറായി മറ്റുള്ള ഒരു ഇതും ഇല്ലാത്ത സാധാ രൂപത്തിൽ നമ്മൾ ദിക്റിലൊക്കെ വരുമ്പോൾ ആട്ടം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 4 സൈഡിലൊക്കെ ആടാറുണ്ട്. ഇത് അനുവദനീയമാണ് ഇസ്തിഖാമത്തോടു കൂടെ. അത് അല്ലാത്ത രൂപത്തിൽ തസന്നിയും തക്കസുറുമായിട്ടുള്ള ചാട്ടം അത് തെറ്റാണ് എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. എന്നിട്ട് മഹാനബറുകൾ പറയുന്നു, ഖാദി ഹുസൈൻ ഫി തഅലിഖിഹി വൽ ഗസ്സാലി ഫി ഇഹ്യാഇഹി ഇലാ അന്ന മഹലൽ ഖിലാഫി ഫീ മൻ ഫഅലഹു ബി ഇഖ്തിയാരിഹി ബി ഖിലാഫി മൻ കാന മിൻ അഹ്ലിൽ അഹ്വാൽ. ഈ ഒരു വ്യത്യാസം, തെറ്റ് ഹറാമാണ്, കറാഹത്താണ്, അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ല എന്ന വ്യത്യാസം അത് വരുന്നത് എപ്പോഴാണ്? ഫീമൻ ഒരുത്തന്റെ കാര്യത്തിലാണ്, ഫഅലഹു ബി ഇഖ്തിയാരിൻ ഇഖ്തിയാറോടുകൂടി ചെയ്യുമ്പോഴാണ്, ബി ഖിലാഫി മൻ കാന ഫി അഹ്വാലിൽ അള്ളാഹിനെ പറ്റി ചിന്തിച്ച് ഹാല് മാറിയ ആളുകൾ, അവർ പരിസരം മറന്നു പോകുന്ന ആളുകളാണ്. അങ്ങനെയുള്ള നല്ല ഒറിജിനൽ സൂഫിയാക്കന്മാർ, തസൂഫിന്റെ ആളുകൾ അവരെടുത്ത് നിന്നുണ്ടാകുമ്പോ അത് അവർക്ക് ഇഖ്തിയാറന്നില്ല, തെക്ലീഫെന്നല്ല, അവർക്ക് വിഷയം ചർച്ചയല്ല. അങ്ങനെ അള്ളാഹിനെ പറ്റി ചിന്തിച്ചിങ്ങനെ പോയ ആളുകൾക്ക് അവർക്ക് പ്രത്യേക വജിദ് കിട്ടും. വജിദ് അള്ളാഹിനെ പറ്റി ചിന്തിച്ച് അല്ലെങ്കിൽ സ്നേഹിച്ച് അള്ളാഹിനെ പറ്റി ചിന്തിച്ചുമ്പോ പരിസരം മറക്കുകയാണ്. അങ്ങനെ അവർ നിർബന്ധിതമായിട്ട് അറിയാണ്ട് അതിലേക്ക് ഇങ്ങനെ ചാടിപ്പോവുകയാണ്, ആടിപ്പോവുകയാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല. അപ്പൊ സൂഫിയാക്കന്മാർ അവരൊരു ദിക്റിന്റെ മജ്ലിസിൽ നല്ല സൂഫികള്, ഒറിജിനൽ വ്യാജന്മാരെ പറ്റിയല്ല പറയുന്നത്. ഇങ്ങനെ തസൂഫിന്റെ ആളുകൾ അവരിങ്ങനെ ലയിച്ച് ചേർന്നപ്പോ അള്ളാഹിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു, അങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കടന്നു പോയപ്പോ അങ്ങനെ ചിന്തിച്ചപ്പോ അവർ പരിസരം മറന്നു, അറിയാണ്ട് ഇങ്ങനെ ഇളകിപ്പോയി അറിയാണ്ട് ഇങ്ങനെ അവര് ആടിപ്പോവുകയാണ്. അത് നമുക്ക് എതിർക്കേണ്ടതില്ല. അതൊന്നുമില്ലാണ്ട് ഇഖ്തിയാറോട് കൂടെ ആടുക എന്നുള്ളത് അതാണ് നമ്മൾ ചർച്ചാ വിഷയം. അത് പറ്റുമോ വേണ്ട? ചില പണ്ഡിതന്മാർ ഹറാം എന്ന് പറയുന്നു, മറ്റു പണ്ഡിതന്മാർ അത് കറാഹത്ത് എന്ന് പറയുന്നു. എന്നിട്ട് ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ചാടിയില്ലേ എന്നെ പറ്റി പറയാണ്. നേരത്തെ ഹാദിൽ 10 പറഞ്ഞില്ലേ, അതിനെ പറ്റി ഒരു ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം ഇങ്ങനെ വെക്കണം. എങ്ങനെ? ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഉദ്ധരണി ഈ മജ്ലിസിൽ ദിക്റിലൊക്കെ ആടാൻ പറ്റും എന്ന് മഹാനവർ പറയുന്നത് ഏത് രൂപത്തിൽ വെക്കണം? ഈ രൂപത്തിൽ ഇൽത്തറിയാർ എന്ന നിലക്ക് ചാടിപ്പോയത് ഇഖ്തിയാറിന്റെ പരിധിയും വിട്ട് ഉള്ള ആളുകൾ, തസൂഫിന്റെ ആളുകൾ, ഒറിജിനൽ തസൂഫിന്റെ ആളുകൾ, അവർക്ക് അത് അനുവദനീയമാണ് എന്നാണ്, അല്ലാത്തവർക്ക് അനുവദനീയമാണ് എന്ന് വെക്കരുത്. എന്തോടുകൂടെ? അന്നഹു കാന യർഖസു ഫി സമായി
ഇസുദ്ദീൻ അബ്ദുസലാം അവർ ചാടി എന്ന് പറയുന്നത്, ആടി എന്ന് പറയുന്നത് ഈ രൂപത്തിലാണെന്ന് വെക്കണം. എന്നിട്ട് പറയാ ഇസുദ്ദീൻ അബ്ദുസലാം റളിയല്ലാഹു തന്നെ അവർ ഖവാഇദുൽ ഇസ്ലാമി എന്ന കിതാബിൽ ഇങ്ങനെ ആട്ടത്തെ പറ്റിയും ഇങ്ങനെ ആടത്തെ ചാടലിനെ പറ്റി മഹാൻ എതിർത്തിട്ടുണ്ട്. എന്നിട്ട് മഹാൻ അവരിൽ ഉണ്ടായി എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? ഇഖ്തിയാറിന്റെ ഘട്ടത്തിൽ നിന്ന് മാറി, ഇഖ്തിറാറെന്ന നിലക്ക് അറിയേണ്ടത് ആടിപ്പോയി. ഇതിനെ പറ്റിയാണ് അവർക്ക് തെക്ലീഫില്ല, അതാണ് അനുവദിക്കമാകുന്നത്, അല്ലാത്തവർക്ക് അനുവദനീയമല്ല. എന്നിട്ട് മഹാനവറുകൾ ആ കിതാബിൽ തന്നെ എതിർത്തിട്ടുണ്ട്. ഇങ്ങനെ ആടലിനെ പറ്റും കൈക്കൊട്ടനെ പറ്റും ചാടലിനെ പറ്റും മഹാനവർ തന്നെ അവർ ഖവാഇദുൽ ഇസ്ലാമിൽ എതിർത്തിട്ടുണ്ട്. ഇത് രണ്ടും വൈരുദ്ധ്യമാകുന്നില്ലേ? അപ്പൊ രണ്ടിന്റെയും ആശയം വ്യത്യാസമുണ്ട്. നൗഷാദെ, നിനക്ക് കിതാബ് തിരിയാതെ പോയതിന്റെ പ്രശ്നമാണ്, ഇമാമുകൾ കുതിര കയറിന്റെ പ്രശ്നമാണ്. സുദൂർ എന്നിട്ട് മഹാനവർ നീണ്ട വിശദീകരണം പറയും. നമ്മൾ മുമ്പത്തെ വീട്ടിൽ ആ ഇബാറത്ത് കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇസുദ്ദീൻ അബ്ദുസലാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് പൊരുള്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു മഹാന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോ അതിന്റെ അർത്ഥം രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞിട്ടില്ല. ഇനി നോക്കൂ നിങ്ങളെ ഇതേ ആശയം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫയില് ഇത് സമാനമായ ആശയം പറയുകയാണ്. അതെ, ഈ സമായിലും പാട്ടിലൊക്കെ ഇസുദ്ദീൻ അബ്ദുസലാം റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആടി എന്നുള്ളത് അത് വെറും ഇങ്ങനെ ആടലാണ്, ചലിക്കലാണ് എന്നതിന് മേൽ ചുമത്തണം. എന്താ കാരണം? വാരിദീൻ, അവരുടെ വജിദ് അള്ളാഹിനെ പറ്റി ചിന്തിച്ച ചിന്ത ഇങ്ങനെ അല്ലാണ്ട് ചിന്തിച്ചു പോയപ്പോ അവർ പരിസരം വിട്ടുപോയി. അങ്ങനെ അതിന്റെ മേലാണ് അത് വാലിബായതിനു വേണ്ടി അവർ ആടിയതാണ്, വെറും ചലനമാണ്, ആട്ടമാണ് എന്ന് വെക്കണം അല്ലേ? കാരണം ലാ യഅരിഫു ഇല്ലാഹു, അത് അതിന്റെ അഹ്ലുകാരല്ലാതെ അറിയൂല. നഫഅനല്ലാഹു ബിഹിമാമീൻ. അതുകൊണ്ടാണ് പറയാം അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഇങ്ങനെ അവർ ഇസുദ്ദീൻ അബ്ദുസലാം റളിയല്ലാഹു അൻഹു ആടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് എന്നല്ലാണ്ട് എല്ലായ്പ്പോഴും ആട്ടം ഹലാലാണ് എന്നോ ചാടം ഹലാലാണോ എന്നല്ല. ഇഖ്തിറാർ എന്ന നിലക്ക് ഇങ്ങനെ അള്ളാഹിനെ പറ്റി ചിന്തിച്ചപ്പോ ആ ചിന്തയിലാണ് കയറിപ്പോയപ്പോ അവരെങ്ങനെ ആടിയതാണ്. അത് സൂഫിയാക്കൾക്കാർ ഹലാലാണ്, സൂഫിയാക്കൾക്ക് മാത്രം ഹലാലാണ് എന്നല്ലാണ്ട് എല്ലാവർക്കും ഹലാലാണോ? കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറയുകയാണ്, ഖാല ഇസ്മാഉൽ ഹളറമി ഫീ മൗഖിഫി ശംസി ലമ്മാ സുഇല അൻ ഖൗമിൻ അതഹറഖുന ഫിസ് സമാഇ ഹൗലായി ഖൗമുൻ യറൂഹൂന ഖുലൂബുഹും ബിൽ അസ്മാത്തിൽ ഹസന ഹത്താ യസീറു റൂഹാനിയീൻ. ഇങ്ങനെ ചില തസൂഫിന്റെ ആളുകൾ, നല്ല ഓർജിനൽ സൂഫിയാക്കന്മാർ, വ്യാജന്മാരല്ല, ബരമാരി വ്യാജന്മാരൊന്നല്ല, ഈ സൂഫിയാക്കന്മാരുടെ ആളുകൾ അവർ അള്ളാഹിനെ പറ്റി ചിന്തിച്ച് ഇങ്ങനെ വല്ലാതെ ചിന്തിച്ച് അവരുടെ മനസ്സ് അള്ളാഹുവിന്റെ അടുക്കലും ജസദ് ഇവിടെ ഭൗതിക ലോകത്തുമാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതാ ഫഹും ബിൽ ഖുലൂബി മഅൽ ഹഖ്, അല്ലാഹുവിന്റെ കൂടെയാണ്. അബിൽ അജ്സാദി മഅൽ ഖൽഖ്, സൃഷ്ടിയുടെ കൂടെയാണ്. ശരീരം സൃഷ്ടിയുടെ കൂടെയാണെങ്കിൽ മനസ്സ് അള്ളാഹു ലയിച്ചതാണ്. അവർക്ക് പരിസരം അറിയില്ല, ഇപ്പൊ സമയമായോ നേരം പോലത്തെ ഒന്നും അറിയില്ല. അവരിങ്ങനെ ചിന്തിച്ച് അള്ളാഹുലേക്ക് എത്തിച്ചേർന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ശൈത്താൻക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയൂല. ഫലായുറാലയും അവരെ മേൽ നീ ആക്ഷേപിക്കും വേണ്ട, ഏത്രാളും വേണ്ട. അതുകൊണ്ട് അല്ല ഫലായുറാലയും വലായുക്തദ, പ്രത്യേകം ശ്രദ്ധിക്കണം, വലായുക്തദ ബിമാ ഖാലു, അവർ എന്ത് ചെയ്തുവോ ആ ചെയ്തതിനെ ഫോളോ ചെയ്യാനും പാടില്ല. കാരണം അത് അവരുടെ അവസ്ഥയിൽ അങ്ങ് ഉണ്ടായിപ്പോയതാണ്. അപ്പൊ ഇസുദ്ദീൻ അബ്ദുസലാം റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഇങ്ങനെ അവർ റഖ്സ് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇഖ്തിയാറിന്റെയും പരിധിയും വിട്ടുകൊണ്ട് ഇങ്ങനെ അള്ളാഹിനെ പറ്റി ചിന്തിച്ച ആളുകൾ അവർക്ക് ആ തക്ലീഫ് ഇല്ല. ഇവിടെ തന്നെ കാണാൻ കഴിയും. ഇബ്നുൽ ബുൽഖൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ബിഖ്തിയാരിൻ ഫഹും കഗൈരിഹിം വഇല്ലാ ഫലൈസു മുകല്ലഫീൻ, അവർ മുകല്ലഫീങ്ങളല്ല. ബുൽഖൈരി ഇമാമിനെ പറ്റി പറയുകയാണ്. ഈ തുഹ്ഫയിൽ തന്നെ കാണാൻ കഴിയും. മാത്രമല്ല ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞതിന് ഇങ്ങനെ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പൊ ഇസുദ്ദീൻ അബ്ദുസലാം റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചത് ശരിയായില്ല. നൗഷാദെ, ഇത് തുഹ്ഫയിലും മറ്റുള്ള കഫ്റായിലും ഉണ്ടായിട്ട് മുഗ്നിയിലുണ്ട്. ഇങ്ങനെ ഉണ്ടായിട്ട് ഇസുദ്ദീൻ അബ്ദുസലാം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നീ പറഞ്ഞ കളവ് മഹാനവർ പൊറുക്കുമോ? ഇല്ല, മഹാനവർ ഇല്ലാത്ത ആരോപണമല്ലേ, അത് മഹാനവർ പൊറുക്കുമോ? ഇല്ലേ? പറ. എന്താണ് ഇങ്ങനെ ഈ വേദി കാണുമ്പോ മൈക്ക് കിട്ടുമ്പോ സാധുക്കളായ ആളുകളുടെ ഈമാൻ ചൂഷണം ചെയ്യുകയാണോ? ഇതിന് ശരിക്ക് കിതാബുൽ തുഹ്ഫയിലുണ്ടല്ലോ, നിഹായിലുണ്ടല്ലോ, മുഗ്നിയിലുണ്ട്. ഇനി മുഗ്നിയിലുള്ളത് പറയാം. ഇനി മുഗ്നിയിൽ മസ്അല ഉണ്ട്.
മുഗ്നിയിലും പറയുന്നുണ്ട് ഇതേപോലെ സമാനമായ ആശയം. അപ്പൊ ഇതിൽ നിന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പോലും നീ കബളിപ്പിക്കൽ നടത്തി. മുഗ്നിയിൽ എന്ത് പറഞ്ഞു? ഇതാ മുഗ്നിയിൽ റഖ്സിനെ പറ്റി പറയുകയാണ്. വഫിൽ ഇഹ്യായി അത്ഫരിഖതു ബൈന അർബാബിൽ അഹ്വാലി അല്ലദീന യഖൂമൂന ബിബദിഹിൻ ഫയജൂസു. ഇങ്ങനെ ഹാൽ മാറിയ ആളുകൾ അവർക്ക് ജായിസാണ്. ഐ ബിലാ കറാഹത്തിൻ, കറാഹത്തില്ലാതെ. വയുക്റഹു ലിഗൈരിഹി, മറ്റുള്ളവർക്ക് അത് കറാഹത്താണ്. ബുൽഖനി പറയാണ് വലാ ഹാജത്തൽ ഇസ്തിസ്നാ ഇസ്ഹാബുൽ അഹ്വാലി, ഇങ്ങനെ ഈ ഹാല് മാറിയ ആള് മാറ്റി നിർത്തേണ്ടതില്ല. കനല്ലന്നഹു ലൈസ ബിഇഖ്തിയാരിൻ, അങ്ങനെ ഒരു പറയേണ്ടതില്ല, കാരണം അവർക്ക് ഇഖ്തിയാറില്ല. വഹാദാ ളാഹിറും, വളരെ വ്യക്തമാണ്. ഇദാകാനു മൗസൂഫിൻ ബിഹാദിഹി സിഫ, ഇങ്ങനെ ഹാല് മാറിയ ആളുകളെ കൊണ്ട് ഇങ്ങനെ എത്തിക്കപ്പെടുകയാണെങ്കിൽ, ഉണ്ടാവുകയാണെങ്കിൽ, ഹാല് മാറി അള്ളാഹിനെ പറ്റി ചിന്തിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് ഈ ആടിയാൽ എന്താക്കുന്ന പ്രശ്നമാക്കേണ്ടതില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ വൈല്ലാ ഫനജിദു അക്സറ മൻ യഫ്അലു ദാലിക, മഹാനവരോട് വൈല്ല ഫനജിദു, നമ്മൾ കാണുന്നത് അക്സറ, കൂടുതലാണ്, മൻ യഫ്അലു ദാലിക, ഇതിനെ ചെയ്യുന്ന ആളുകൾ, ലൈസ മൗസൂഫൻ ബിഹാദ, ഇങ്ങനെ ഇഖ്തിയാറിന്റെയും ആ പരിധി വിട്ട് അള്ളാഹിനെ പറ്റി ചിന്തിച്ച ഈ അഹ്വാലെത്തിയ വിജ്ദാനിലെത്തിയ ആളുകളെ അല്ല നമ്മൾ കാണുന്നത്. ഷിർബീൻ ഇമാം ഖത്തീബ് ഷിർബീനി മുഗ്നിയിൽ പറയാണ്. അപ്പൊ അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ വ്യാജന്മാരുണ്ട് എന്ന് പറയുന്നത്. വലിഹാദാ ഖാല ഇബ്നു അബ്ദുസ്സലാം എന്ത് അർറഖ്സു ലാ യതആതാഹു ഇല്ലാ നാഖിസുൽ അഖൽ, ഇങ്ങനെ ബുദ്ധി ശൂന്യതയുള്ള ആളുകൾ, കുറവുള്ള ആളുകൾ മാത്രമേ റഖ്സുമായി ആട്ടവുമായി ബന്ധപ്പെടാറുള്ളൂ. വലാ യസ്ലഹു ഇല്ല നിസാ, അത് സ്ത്രീകൾക്കല്ല, അത് വേറെ ആർക്കും പറ്റി പറഞ്ഞ പരിപാടിയല്ല. അതുകൊണ്ട് നീ മനസ്സിലാക്കണം നൗഷാദ, ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നീ കാണിച്ച ആരോപണം. ഇനി മറ്റുള്ള കിതാബുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ. ഇനി യൂസുഫ് നബഹാന്റെ കിതാബിൽ ജാമി കറാമത്തുൽ ഔലിയ എന്ന കിതാബിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആടി എന്നുള്ള മറുപടി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വരും. അപ്പൊ ചുരുക്കി പറയുമ്പോ ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, റഖ്സ് അനുവദനീയമായതുണ്ട്, അനുവദനീയമല്ലാത്തതുണ്ട്. തസന്നിയും തകസുറുമുള്ള റഖ്സ് ആട്ടം അത് തെറ്റാണ്. വെറും കാൽ ഉറച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടു കൂടെയുള്ള ആട്ടം അത് തെറ്റാന്ന് പറഞ്ഞുകൂടാ. എന്നാൽ സൂഫിയാക്കന്മാരെ ആളുകൾ അവർ ആടി എന്ന് പറയുന്നത്, അവർ ഇളകി ആടി ഇങ്ങനെ പറയുന്നത്, അത് അവരുടെ ഹാല് മാറിയത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകളെ ഇത്തിബാ ചെയ്യാൻ പാടില്ല, അവരെ ഫോളോ ചെയ്യാൻ പാടില്ല, അവർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അത് തെറ്റായ സംഗതിയാണ്. ഏത്? അത് ഇത്തിബാ ചെയ്യാൻ പാടില്ല. ഷെർവാനിൽ കാണാൻ, തുഫയിൽ കാണാൻ കഴിയും അല്ലെ. പിന്നെട്ടോ മാത്രമല്ല, ഇന്ന് കാണുന്ന ആളുകളിൽ അങ്ങനെ വ്യാജന്മാരല്ലാണ്ട് ഈ സിഫത്തുള്ള ആളുകൾ കാണാൻ വളരെ കുറവാണ്. ഖത്തീബ് ഷിർബീൻ മുഗ്നിയില് ഇതൊക്കെ മനസ്സിലാക്കാതെയാണോ? ഇനി ശ്രദ്ധിച്ചോ, ഇനിയുണ്ട്. കല്ലൂബിൽ കാണാൻ കഴിയും. ഈ ഹാർമോണിയം മുറ്റം പറ്റുമോ? ഹാർമോണിയം, തബല, ഇതൊക്കെ പറ്റൂല്ലേ? കല്ലൂബി 4-ാം ജുസ് 320 വേണം. കല്ലൂബിൽ കാണാൻ കഴിയും. ഏതാ? വഫീ ഫതാവ മുഹമ്മദ് റംലി, കല്ലൂബിൽ കാണാൻ കഴിയും. ഇങ്ങനെ തുറബുണ്ടാക്കുന്ന ഉപകരണങ്ങൾ കേൾക്കാം ജായിസാണ് എന്ന് ചില സൂഫിയാക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. ഉന്മേഷം നൽകുന്നുണ്ട് എന്നുള്ളത്. അത് അവലംബിക്കാൻ പാടില്ല. സൂഫിയാക്കന്മാർ അവരത് ചെയ്യുന്നത് കൊണ്ട് നമ്മളത് അവലംബിക്കാൻ പാടില്ല. കാരണം അത് അവരുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. കല്ലൂബിൽ കാണാൻ കഴിയും, ബുജരിൽ കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ആലാത്തുകൾ, ഉപകരണങ്ങൾ, മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ, വാദ്യോപകരണങ്ങൾ, അത് ചില തസൗഫിന് ആൾക്കാർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അത് അനുവദനീയമാണെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട. അത് അവർക്ക് അനുവദനീയമാണ്, അത് നമ്മൾ അവലംബിക്കാൻ പാടില്ല. കല്ലൂബിൽ മഹൽ ഫിഖ് എല്ലാ കിതാബിലും കാണാൻ കഴിയും. ഒറിജിനൽ തസൗഫിന് ആൾക്കാരെ പറ്റി പറയുന്നത്, വ്യാജന്മാരെ പറ്റി പറയേണ്ടതില്ലല്ലോ. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കളവ് പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു, തെറ്റിദ്ധരിപ്പിച്ചു. ഫിഖിന്റെ കിതാബ് ഒന്നും അവലംബിക്കാതെ, അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോ വാസ്തവത്തിൽ ചെയ്ത് ശരിയല്ല. ഇനി യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു മഹാനവർ ജാമി കറാമത്തുൽ ഔലിയായിൽ എന്ന കിതാബിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കൈമുട്ടി എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അതിന് മറുപടി പറയും. ഷാലിയാത്തിന്റെ ഫത്വയിൽ ഉണ്ട് എന്നല്ല പറഞ്ഞത്, വായിക്കട്ടെ. ഷാലിയാത്തിന്റെ ഫത്വ വായിക്കട്ടെ, കണ്ടിട്ട് തന്നെ പറയുന്നത്. അങ്ങനെ ഷാലിയാത്തിന്റെ ഫത്വയിലുണ്ടോ? മറുപടി ഇൻഷാ അല്ലാഹ് വരും. സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.